ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്ലീഹ നോമ്പ് 8-ാം ദിവസ ധ്യാനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ക്രൂശിൻ്റെ സാക്ഷികൾ, ത്യാഗത്തിലൂടെ നിത്യജീവൻ. പ്രിയപ്പെട്ട ക്രിസ്തുവിശ്വാസികളെ, സ്ലീഹ നോമ്പിൻ്റെ 8-ാം ദിവസത്തിൽ നാം ധ്യാനിക്കുന്നത് അത്യന്തം ശക്തമായ ഒരു വിഷയമാണ്: ക്രൂശിൻ്റെ സാക്ഷികൾ. ക്രൂശിനെ അനുഗമിക്കുന്നത് എളുപ്പമുള്ള ഒരു യാത്രയല്ല. അത് ചിലപ്പോൾ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും വഴിയാണ്, ചിലപ്പോൾ അത് കണ്ണുനീരിൻ്റെ വഴിയാണ്. എന്നാൽ അവസാനം നിത്യജീവൻ്റെ മഹത്വമുണ്ട്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാനിച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാനിച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ആമേൻ. അങ്ങനെയാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ നാം കാണുന്നത്. ഈ വാക്കുകൾ കേട്ട് ജീവിച്ചവരായിരുന്നു സ്ലീഹന്മാർ. അവർ യേശുതമ്പുരാനെ കുറിച്ച് കേട്ടവർ മാത്രമായിരുന്നില്ല, യേശുതമ്പുരാനു വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്തവരായിരുന്നു. സ്ലീഹന്മാരുടെ പീഡനങ്ങൾ. പെന്തിക്കോസ്തിനു ശേഷം സുവിശേഷം ലോകമെമ്പാടും വ്യാപിക്കുവാൻ തുടങ്ങി. എന്നാൽ സുവിശേഷത്തോടൊപ്പം പീഡനങ്ങളും അനവധിയുണ്ടായിരുന്നു. അറസ്റ്റുകൾ, മർദ്ദനങ്ങൾ, തടവറകൾ, അപമാനങ്ങൾ, മരണഭീഷണികൾ, ഇതെല്ലാം സ്ലീഹന്മാർ നേരിട്ടു. പത്രോസ് തടവറയിൽ അകപ്പെട്ടു. പൗലോസ് പലവട്ടം ജയിലിൽ കിടന്നു. ചിലരെ കല്ലെറിഞ്ഞു, മറ്റു ചിലരെ നാടുകടത്തി, ചിലർ ക്രൂശിക്കപ്പെട്ടു. എന്നിട്ടും അവർ പിന്മാറിയില്ല. കാരണം അവരുടെ ഹൃദയത്തിൽ ഒരു ഉറച്ച ബോധ്യമുണ്ടായിരുന്നു: ക്രിസ്തുവിനു വേണ്ടി സഹിക്കുന്ന വേദനകൾ ഒരിക്കലും വെറുതെയാകില്ല എന്ന ആ മഹാസത്യം. ഇന്നു നാം ചെറിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ വിശ്വാസത്തിൽ തളരാറുണ്ട്. എന്നാൽ സ്ലീഹന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോഴാണ് അത് ശക്തമാകുന്നത് എന്നാണ്. രക്തസാക്ഷികളുടെ ധൈര്യം നമുക്കൊന്ന് പരിശോധിക്കാം. ക്രിസ്തീയ സഭയുടെ ചരിത്രം രക്തസാക്ഷികളുടെ ഒരു വലിയ ചരിത്രം തന്നെയാണ്. മരണഭീഷണി നേരിട്ടപ്പോഴും അവർ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞില്ല. അവർക്ക് ജീവൻ നഷ്ടപ്പെടുമായിരുന്നു, പക്ഷേ വിശ്വാസം നഷ്ടപ്പെടുത്തുവാൻ അവർ തയ്യാറായില്ല. എന്തുകൊണ്ട്? കാരണം അവർ യേശുവിനെ കണ്ടുമുട്ടിയിരുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റുവെന്ന് അവർ ഉറപ്പായി അറിഞ്ഞിരുന്നു. അതുകൊണ്ട് മരണത്തെ പോലും അവർ ഭയപ്പെട്ടില്ല. രക്തസാക്ഷികൾ നമ്മോട് പറയുന്ന ഒരു വലിയ സത്യമുണ്ട്: ദൈവത്തിനു വേണ്ടി ജീവിച്ച ജീവിതം ഒരിക്കലും നഷ്ടമാകുന്നില്ല എന്ന ആ വലിയ സത്യം. ഇന്ന് നമുക്ക് രക്തസാക്ഷിത്വം ആവശ്യപ്പെടുന്നില്ല, പക്ഷേ ധൈര്യത്തോടെ വിശ്വാസത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ വിളിക്കുന്നു. പ്രിയ ദൈവമക്കളെ, സത്യത്തിനു വേണ്ടി നിലകൊള്ളുക, നീതിക്കു വേണ്ടി സംസാരിക്കുക, പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുക. ഇവയെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിലെ സാക്ഷ്യങ്ങളാണ്. വിശ്വാസത്തിനു വേണ്ടി ജീവിക്കുക. രക്തസാക്ഷിത്വം മരണം മാത്രമല്ല, ഓരോ ദിവസവും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നതും ഒരു സാക്ഷ്യമാണ്. ക്ഷമിക്കുവാൻ പ്രയാസമുള്ളപ്പോൾ ക്ഷമിക്കുക, സ്നേഹിക്കുവാൻ പ്രയാസമുള്ളപ്പോൾ സ്നേഹിക്കുക, പ്രലോഭനങ്ങളുടെ നടുവിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുക, നിരാശയുടെ സമയത്ത് പ്രത്യാശ കൈവിടാതിരിക്കുക. ഇതെല്ലാം ക്രൂശ് വഹിക്കുന്ന ജീവിതങ്ങൾ തന്നെയാണ്. ക്രിസ്തുവിൻ്റെ ശിഷ്യനാകുക എന്നത് വിശുദ്ധ ഞായറാഴ്ച മാത്രം വിശ്വാസിയാകുക, വിശുദ്ധ ദേവാലയത്തിലേക്ക് പോകുക എന്നുള്ളതല്ല.
ഓരോ ദിവസവും അവിടുത്തെ സ്നേഹത്തിൻ്റെ സാക്ഷിയാകുക എന്നതാണ്. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ ധ്യാന സന്ദേശം നാം ഇന്ന് സ്വയം നമ്മോട് തന്നെ ചോദിക്കുക, എൻ്റെ വിശ്വാസത്തിനു വേണ്ടി ഞാൻ എന്ത് ത്യാഗമാണ് ചെയ്യുന്നത്? പ്രാർത്ഥനയ്ക്കു വേണ്ടി ഞാൻ സമയം കണ്ടെത്താറുണ്ടോ? സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ സ്നേഹം ഞാൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നുണ്ടോ? സ്നേഹന്മാർ ലോകത്തെ മാറ്റിയത് ശക്തി കൊണ്ടല്ല, അവർ ലോകത്തെ മാറ്റിയത് വിശ്വാസം കൊണ്ടാണ്. അവർക്ക് ആയുധങ്ങളില്ലായിരുന്നു, പക്ഷേ അവരുടെ കൈകളിൽ സുവിശേഷമുണ്ടായിരുന്നു. അവർക്ക് അധികാരമില്ലായിരുന്നു, പക്ഷേ അവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടായിരുന്നു. പ്രിയ ദൈവമക്കളെ, അതാണ് ക്രൂശിന്റെ സന്ദേശം. ക്രൂശ് പരാജയത്തിൻ്റെ അടയാളമല്ല, ക്രൂശ് വിജയത്തിൻ്റെ അടയാളമാണ്. അത് ത്യാഗത്തിൻ്റെ അടയാളമാണ്, അത് സ്നേഹത്തിൻ്റെ അടയാളമാണ്, അത് നിത്യജീവന്റെ അടയാളമാണ്. യേശുദമ്പുരാൻ ക്രൂശിലൂടെ ലോകത്തെ രക്ഷിച്ചതുപോലെ നമ്മുടെ ചെറിയ ത്യാഗത്തിലൂടെയും ദൈവം വലിയ അനുഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നു. പ്രിയ ദൈവമക്കൾ, നമ്മുടെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ക്രൂശിന്റെ വഴിയിൽ അങ്ങേ വിശ്വസ്തയോടെ അനുഗമിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പരീക്ഷണങ്ങളുടെ സമയത്ത് ധൈര്യം നൽകണമേ. വിശ്വാസത്തിനു വേണ്ടി ജീവിക്കുവാൻ ശക്തി നൽകണമേ. സ്നേഹന്മാരെയും രക്തസാക്ഷികളെയും പോലെ അങ്ങയോടുള്ള സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും സാക്ഷ്യമായി മാറട്ടെ. ആമേൻ.